ദേഷ്യപ്പെടാത്ത വ്യക്തിയെന്നല്ല എല്ലാവരും പറഞ്ഞു. പക്ഷെ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട ഒരു ദിവസം ഒന്നുമില്ല, എടുത്ത് ചടങ്ങൊന്നി മാറ്റേന്ന്. ഫസ്റ്റ് ഷോട്ട് ജഗദീഷ് സാറിൻ്റെ ഒപ്പമായിരുന്നു. സാർ പറഞ്ഞത് ഇനി ആ ടൈമിംഗ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ മുഞ്ചി പോകുമെന്ന് പറഞ്ഞു. ഇതെന്നെ പറഞ്ഞത് ഒരാൾ നമ്മളെ ഒരു പ്രോജക്റ്റിൽ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ നമ്മൾ അതിനകത്ത് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. അത് ഇനി പറയില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ പ്രാവശ്യം പറയുമ്പോഴും കണ്ണ് കിട്ടുന്ന പോലെ. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കിപ്പം ആക്ടർ ഭഗത് മാനുവലാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഇന്നിവിടെ വന്നിരുത്തിയിരിക്കുന്നത്. അയ്യോ, സത്യം വേറെ ഒന്നുണ്ടല്ലേ, നമ്മള് കണ്ടിന്യൂസ് പടങ്ങൾ റിലീസുള്ള സമയത്താണ് ഇതിന്റെ രസമുണ്ട്. അതെ, ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കും. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ ഒരു ഇതില്ലല്ലോ, ഒരു ഗ്യാപ്പ്. ആട് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പായിരുന്നു. ഇപ്പൊ ഞാൻ പറയാൻ വന്നത്, മലയാള സിനിമയിൽ 2 പുരുഷന്മാരാണുള്ളത്. ഒന്ന് പട്ടാളം പുരുഷു, ഒന്ന് പുരുഷനായ പുരുഷു. ആദ്യ സിനിമയിൽ തന്നെ പുരുഷു, ആ കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞോളൂ. നമുക്ക് എപ്പോഴും ഭയങ്കര നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതെ, എല്ലാ ഇതും ആ പുരുഷനിലൂടെ പോകുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലെ നായകൻ, നമ്മുടെ ഒരു നായക സങ്കല്പം ഉണ്ടല്ലോ, ആർക്കാണോ നായികയെ ലാസ്റ്റ് കിട്ടുന്നത് അവനാണ് നായകൻ എന്നായിരുന്നു അതുവരെയുള്ള ഒരു കോൺസെപ്റ്റ്. ഇപ്പോഴാണ് അത് മാറിയത്. ആ സിനിമ ആ സിനിമ നോക്കിക്കഴിഞ്ഞാൽ പുരുഷനാണ് നായകൻ. ആ സിനിമയിൽ ഇന്നതാണ് വേഷം എന്നൊക്കെ വിനീത് ശ്രീനിവാസൻ ഇപ്പൊ ആദ്യമായിട്ടുള്ള സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് പങ്കുവെക്ക്. വിനീത് എന്താ പറയാ, ഓഡിഷൻ വഴിയാണ് സെലക്ട് ചെയ്യാനൊക്കെ. ഞാൻ കുറെ ഇന്റർവ്യൂ പറഞ്ഞു ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, എന്നെയാണ് ആദ്യം സെലക്ട് ചെയ്തത്. അത് ഞാൻ അറിഞ്ഞു. മറ്റേ ഒരു കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നില്ല, നേരിട്ട് വന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാമ്പ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മരെ ആ കൂട്ടുകെട്ട് എങ്ങനെയായിരുന്നു ബിൽഡ് ചെയ്തെടുത്തത്? നിങ്ങൾ തമ്മിലുള്ള സിങ്ക് പെട്ടെന്നായല്ലോ 5 പേരും. അത് അവിടെ വെച്ചിട്ടല്ലേ നിങ്ങൾ പരിചയപ്പെടുന്നത്? 5 പേരും ഞങ്ങൾ എല്ലാവരും ഒരുമിക്കണേ. പിന്നെ ഇന്ന് വരെ ആ ഒരു ലൊക്കേഷൻ മാഹി ഭാഗത്തായിരുന്നില്ലേ ഷൂട്ട്? ആ ഓർമ്മകളൊക്കെ ഈ ഭാഗത്തേക്ക് ഷൂട്ട് നല്ല രസമായിരുന്നു. വിനീതന്റെ ആദ്യമായിട്ട് ചീത്ത കേട്ടത് മാഹി പാലത്തിൽ വെച്ചിട്ടാണ്. ചീത്ത കിട്ടുന്നത് എന്തിനാ? ദേഷ്യപ്പെടാത്ത വ്യക്തിയെന്നല്ല എല്ലാവരും പറഞ്ഞു. പക്ഷെ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട ഒരു ദിവസം. ഒന്നുമില്ല, നമ്മൾ ലിറിക്സ് പഠിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പടത്തിൽ ലിറിക്സ് പഠിക്കേണ്ട അവിടെ വായി നോക്കിയിരുന്നത് പിന്നെ ചീത്തക്കല്ലേ. അത് മാഹി പാലം ബ്ലോക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അയ്യോ, എന്നിട്ട് ഒന്നുമില്ല, എടുത്ത് ചടങ്ങൊന്നി മാറ്റേന്ന്. ചീത്ത കേട്ടപ്പോ പിന്നെ ഉമ്മാരുടെ ചിരി കാണുമ്പോ നമ്മള് അതിനകത്തായി പോലെ തൊട്ടടുത്ത് തന്നെ മറ്റന്മാർക്കും കിട്ടും. അതുകൊണ്ടൊരു സമാധാനം. അതാണ് ഒരു ആശ്വാസം. അതായിരുന്നു ഒരു ആശ്വാസം. മാഹി ആ സ്ഥലങ്ങളൊക്കെ പോയിട്ട് കണ്ടായിരുന്നു. ഐ മീൻ കണ്ണൂർ ഭാഗത്തൊക്കെ ലൊക്കേഷൻ ഓർമ്മകൾ പറയും. ഞങ്ങള് മാഹിക്കാരാന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ സ്ലാങ് ഒക്കെ എങ്ങനെ പഠിച്ചെടുത്ത്? അതൊക്കെ എങ്ങനെയോ വന്നു പോയതാ. അല്ല, ആദ്യത്തെ സിനിമയില് ജഗതി ചേട്ടൻ, നെടുമുടി സാർ, അപ്പൊ ലെജൻസിനോടൊപ്പമായിരുന്നു തുടക്കം. ആ ഒരു ഓർമ്മകളൊക്കെ എന്ന് പറയാ ശ്രീനിവാസൻ ചേട്ടൻ. അപ്പൊ അതൊരു വലിയ ബ്ലെസ്സിങ് അല്ലേ? അത് ശ്രീനി സാറ് എന്റെ കൂട്ടത്തില് നമ്മൾ തുടങ്ങി. ഫസ്റ്റ് ഷോട്ട് ജഗദീഷ് സാറിന്റെ ഒപ്പമായിരുന്നു. സാർ പറഞ്ഞത് ഇനി ആ ടൈമിംഗ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ മുഞ്ചി പോകുമെന്ന് പറഞ്ഞു. ഇതെന്നെ പറഞ്ഞത്. ആദ്യം കിട്ടിയ ഉപദേശം. അതെ 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 അതെ. എന്നിട്ട് ടൈമിംഗ് പിടിച്ചോ? അതുകൊണ്ട് തേമ്പരാനറിയാം. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വല എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിനകത്ത് സാറുണ്ട്. വർഷം ശേഷം സാറിനൊപ്പം ഒന്ന് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വിനീത് ശ്രീനിവാസനുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സിനിമകളും ഭഗത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. അവിടെ എവിടെയൊക്കെ ആയിട്ട്. അതില് തട്ടത്തിന് മറിയത്തിന് ഐ ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ഷോട്ട് കാണാൻ വേണ്ടി വിനീത് മുന്നിൽ വന്നിരുന്നു എന്നുള്ളതാണ്. ആ ഓർമ്മ ഒന്ന് പങ്കുവെക്കാവും. അത് വിനീതന് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, സീനാണ്. എങ്ങനെയാണ് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കൊണ്ടുവരുന്നത്? അതിപ്പോ തട്ടത്തിന് മറിയത്തിലാണെങ്കിലും ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട് പെൺകുട്ടീനെ കണ്ടതിന് ശേഷം. ആ ഡയലോഗ് എന്നൊക്കെ കാണിച്ചു തരും. എങ്ങനെയാണ് കൂട്ടത്തിലുള്ള അവരുടെ പ്രോത്സാഹനം ഒക്കെ എങ്ങനെയാണ്? ഉറപ്പായിട്ട് ഭഗത്തിന്റെ കഥാപാത്രങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ചെറിയ വേഷങ്ങളാണെങ്കിലും അത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ കൂട്ട് തട്ടത്തിന് മറിയത്തായിക്കോട്ടെ, ഉസ്താദ് ഹോട്ടലായിക്കോട്ടെ, ചെറുതായിരിക്കാം, പക്ഷെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അതൊക്കെ എത്ര വർഷം മുന്നുള്ള പടങ്ങളാണ്. അത് നമുക്ക് കിട്ടി ഇപ്പോഴാണെങ്കിലും നമ്മളെ പടങ്ങളാണ്. ഓരോരുത്തർ വിളിച്ചു, അങ്ങനെ സെലക്റ്റീവ് ആയിട്ടൊന്നും പടങ്ങൾ ചെയ്തിട്ടില്ല ഇന്നവരെ.
ഇപ്പോഴും കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളത് അല്ലാണ്ട്, കാരണം ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ കിട്ടുന്നത് ചെയ്യുക, നല്ലത് നോക്കി അതിനകത്ത് ഏറ്റവും മനായിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അവസരങ്ങൾ വരുന്നത് ചൂസ് ചെയ്യണോ ചെയ്യുന്നത്? അവസരങ്ങൾ വരുന്നത് നല്ലതാണോ നോക്കും, എന്നെ കൊണ്ട് പറ്റുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവസരങ്ങൾ എല്ലാവരും ചെയ്യും. മമ്മൂട്ടിനോട് അവസരം ചോദിച്ചാലും ഞാൻ കുറേ തവണ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ചോദിക്കാം. കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യം പറഞ്ഞു. അതിൽ ഡോക്ടർ ലവ് എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം കുറച്ചുകൂടി ലെങ്ത് ആയിരുന്നു, കുറച്ചുകൂടി രസകരമായിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ ഒരു കോളേജ് വൈബൊക്കെ പിടിച്ചിട്ടുള്ള, അത് അതുവരെ ഭഗത് ചെയ്തിരുന്ന കഥാപാത്രം കുറച്ച് വ്യത്യസ്തമായിരുന്നു. ആ സിനിമേന്റെ ഓർമ്മ എന്ന് പറയുമോ? ആ സിനിമയുടെ ഓർമ്മ എന്ന് പറയാൻ നല്ല ഓർമ്മയാണ്. എല്ലാ സിനിമയും നല്ലതല്ലേ, എല്ലാ സിനിമയും നല്ല പുതിയ ഓർമ്മകളാണ്. അതിന് പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവില്ലേ ആ കഥാപാത്രത്തിലേക്ക് എത്തുന്നതായി? അദ്ദേഹമാണ് ഡയറക്ട് ചെയ്ത പടം. ബിജുട്ടൻ നമ്മളൊരു ചേട്ടനെ പോലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ അത് ഒരു ക്യാരക്ടർ എന്നെ പ്ലേസ് ചെയ്തു, എന്നിട്ട് വരാൻ പറഞ്ഞു. ചെന്നൈ ചാക്കോച്ചാന്റെ പടം അടിപൊളിയായിട്ട് കുറേ ദിവസങ്ങൾ ഞങ്ങളെല്ലാവരും, മണിക്കൂട്ടനും ഹേമന്ത് ഭാവന ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് ഭയങ്കര രസമായിരുന്നു. നല്ല പാട്ടൊന്നുണ്ട്, നല്ല പാട്ടുകളായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ലിപ്സിംഗ് ഉള്ള ഒരു പാട്ട്, ആ ഒരു പാട്ട് ഞാൻ മറന്നുപോയി, പക്ഷേ ആ സമയത്ത് അത് നല്ല ഓർമ്മകൾ വേരോടും, നല്ല പാട്ടായിരുന്നു. ഈ കഥാപാത്രങ്ങളുടെ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴെങ്കിലും തെറ്റായിപ്പോയി, അല്ലെങ്കിൽ വരുന്ന കുറച്ചുകൂടി ലെങ്ത് ഉള്ള കഥാപാത്രങ്ങൾ എടുക്കായിരുന്നോ, അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അങ്ങനെ ഒന്നും തോന്നൂല. കിട്ടുന്നത് നല്ലതെന്ന് തോന്നി, നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ അതിനകത്ത് ചെറുതെങ്കിലും നല്ല വേഷങ്ങൾ ചെയ്യാൻ. സിനിമയോടുള്ള പ്രണയം എത്രത്തോളമായിരുന്നു എന്ന് പറയാം? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്രയും ചുരുക്കി പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. സിനിമയെ, അതായത് വരുന്ന വേഷങ്ങൾ ചെയ്യുന്നു എടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സിനിമയോടുള്ള ഭഗത്തിന്റെ പ്രണയം എത്രത്തോളം? പ്രണയത്തെ അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ സിനിമയെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എൻ്റെ ഒരു പ്രൊഫഷനാണ്, എൻ്റെ കരിയറാണ്. സോ അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് അതിനെ ഇംപ്രവൈസ് ചെയ്ത് അവർക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ അത് പെർഫോം ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻട്രിക്ക് ശേഷമാണോ ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തീരുമാനിച്ചത്? തീർച്ചയായിട്ടും. അതിനുശേഷമുള്ള അവസരങ്ങൾ എങ്ങനെയായിരുന്നു? അവസരങ്ങൾ ഇനി ഏറ്റക്കുറച്ചിലല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെ, ഈ ഒരു കാര്യം പറയുമ്പോൾ റിജക്ഷൻസ് നേരിടുന്നുണ്ടാവുമല്ലോ. നമുക്ക് തെരഞ്ഞെടുപ്പുകൾ അതായത് വരുന്നുണ്ടാവും, പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കും, പിന്നീട് ഇല്ല എന്ന് പറയുന്ന ആ റിജക്ഷൻസിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഓവർകം ചെയ്യാൻ വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാനില്ല. ഒരാൾ നമ്മളെ ഒരു പ്രോജക്റ്റിൽ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ നമ്മൾ അതിനകത്ത് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും, ഉറപ്പാണ്. ആ വിശ്വാസം എനിക്കുണ്ട്. അതെ, അങ്ങനെയാണോ ആടിലെത്തിയത്? തീർച്ചയായിട്ടും. ആട് ഫ്രാഞ്ചൈസിനെ കുറിച്ച് പറയും. ആട് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ മലർവാടി ടീം പോലെ തന്നെ ഒരു കുടുംബമാണ് ആട്. ഈ വർഷം ഞങ്ങൾ ഒരു വർഷത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു. എല്ലാവരും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് എപ്പോഴും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പാട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, അറിയില്ല. നിങ്ങൾ അറിയണ്ടാവില്ലേ ഈ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ? ഇല്ല, കുറച്ചായിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നു. ഒരു പൊട്ടിയ സിനിമയുടെ 2ാം ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു ചരിത്രമായിരുന്നു ആ സമയം. വിജയ് സാറിന്റെ ആ ഒരു ധൈര്യമാണ് ഉറപ്പായിട്ടും. അത് ടോറന്റ് ഹിറ്റ് ആയിരുന്നു അന്ന് ആട് ഫസ്റ്റ് പാർട്ട്, ആ സംഭവം. അതിനുശേഷം ആട് സെക്കൻഡ്, പിന്നെ തുടർന്ന് 3ാം ഭാഗം. 3ാം ഭാഗത്തിലെത്തുമ്പോൾ ആകെ മൊത്തം മാറി, നിങ്ങളുടെ ലുക്ക് വൈസും കാര്യങ്ങളൊക്കെ മാറി. എങ്ങനെയാ 3ാം ഭാഗത്തിലേക്കുള്ള പ്രശ്നം? അതെന്താ അങ്ങനെ? കുതിരയോട്ടൊക്കെ അതും ഇതൊക്കെ ആയിട്ട് രസമുണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ല അങ്ങനത്തെ ഒരു സ്കെയിലുള്ള സിനിമയുടെ ഭാഗമാകാൻ പറ്റി. അതിന് ബിഗ് താങ്ക്സ് ഇതിനോടും വിജയനോടും വേണു സാറിനോടും. ഫീനിക്സ് എന്ന് പറയുന്ന സിനിമ, അതും ഭഗത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ്. അതൊരുപാട് ശ്രദ്ധ നേടിയിട്ടുണ്ട്. അജു വർഗീസിനൊപ്പമുള്ള ഒരു റിയൂണിയൻ ആയിരുന്നു. അതിനെ കുറിച്ചും കൂടെ പറയും. ഫീനിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. കാരണം അതിനകത്തെ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചില ക്യാരക്ടേഴ്സിനോട് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. പെട്ടെന്ന് ഒരു പടമുണ്ട് നമ്മുടെ ഉണ്ണിയുടെ കൂടെയുള്ള പാതിരമണ. അതിനകത്ത് ഞാൻ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ 1-2 ക്യാരക്ടേഴ്സ് എനിക്ക് മനസ്സിൽ ഫീനിക്സ്, അതുപോലെ ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ അതൊരു സംവിധായകൻ നമുക്കറിയാമല്ലോ, അത്രയും പൊന്തന്മാടിയൊക്കെ സംവിധാനം ചെയ്ത സംവിധായകന്റെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സെലക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെ ഒരാളെടുത്ത് അവസരം ചോദിച്ചു പോയിട്ട് കിട്ടാനുള്ള വഴി നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴില്ല. അതെങ്ങനെയായിരുന്നു ആ അവസരം വന്നത്?
അല്ല എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് വെളിവില്ലാത്തതുകൊണ്ട് സാറിന്റെ പടം എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ സാറിനെ പരിചയപ്പെട്ട ടൈമാണ് ഇത്രയും വലിയ ലെജൻഡിന്റെ അടുത്തേക്കാണ് ഞാൻ ചെന്നേക്കുന്നത് എനിക്ക് മനസ്സിലാവും. പിന്നെ പരിപാടികൾ സാറ് പിന്നെ കൈകാലം പറിക്കൂല്ലോ. വലുപ്പം അറിയുന്നത് വരെ കുഴപ്പമില്ല, വലുപ്പം അറിഞ്ഞു കഴിഞ്ഞാലാണ്. ഭയങ്കര പേടിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു ആ പടത്തില്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ട്രാക്ക് ഇട്ടേക്കുക, ഒരു എന്താണ് പറയാ, ആൽത്തറയില് ഒരു പാമ്പിനെ ഇങ്ങനെ പത്തി വളർത്തിക്കുന്ന നിർത്തിയേക്കാണ്. അപ്പൊ ഇപ്പോ ഇരിക്കുന്നിടത്ത് ഒരു പാമ്പിരിക്കുന്നു വെച്ചു, ഓക്കെ, പത്തി വളർത്തിരിക്കുക. എന്നെ ക്യാമറയുടെ ഫ്രണ്ടില് ഒരു ചെറിയ സ്റ്റൂളിട്ട് ഒരു ചെറിയ സെറ്റപ്പാണ്, അതിനകത്ത് കയറ്റിയിരുത്തിയാണ് ശേഷം വെച്ചേക്കുന്നത്. എന്നിട്ട് എന്നെ ഇങ്ങനെ തള്ളി, ഈ ട്രാക്കിൽ എന്നെ തള്ളിക്കൊണ്ടില്ല പാമ്പിന്റെ അടുത്തേക്ക്. അപ്പൊ എന്റെ കാര്യമൊക്കെ എങ്ങനെ അറിയാം, ഇങ്ങനെ ഫ്രണ്ടിലൊരു മൂർക്കം പത്ത് വളർത്തിക്കണം. സാർ അവിടുന്ന് കുറച്ചുകൂടെ ക്ലോസ്. എനിക്ക് മാറണോ, ഞാൻ സത്യത്തിൽ എനിക്ക് പാമ്പിന് എഴുതിക്കാൻ ഒരാളാണ്. എന്നെ ഇങ്ങനെ കയറ്റി ഇരുത്തിച്ച് ഇങ്ങനെ ചെല്ലുക. ഞാൻ സത്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പം വന്നിട്ട് വരും, ഞാൻ നാളെ കൂടുതൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരവസ്ഥയാണ്. പക്ഷെ അതിന് അടുത്തിരുന്നപ്പോൾ കട്ട് ചെയ്തു സാറ്. പക്ഷേ ഓർത്തിരിക്കുന്ന ഒരു ഓർമ്മയാണ്. അതെ, അങ്ങനെയുള്ള ഓർമ്മകളാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. എന്നിട്ട് സാറ് ഏതൊരു ഫംഗ്ഷന് കണ്ടാലും ഒരു നമ്മളോടി വന്ന് അടുത്ത് കിട്ടുമ്പോൾ നമ്മളൊരു കെട്ടിപ്പിടുത്തമുണ്ടല്ലോ, അത് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതെ, അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഈ സിനിമകളിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകൾ ഇതുപോലെയുള്ളത്, രസകരമായ ഒരു ബാക്ക് സ്റ്റോറി ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർമ്മിക്കുന്ന നല്ലൊരു അനുഭവം. ഇങ്ങനത്തെ വലിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം പോകുമ്പോഴാണ് നമുക്ക് വലിയ പണിയിട്ട് ചെയ്യേണ്ടി വരും ചില സാധനങ്ങൾ അവർ നിർബന്ധം പിടിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ എൻ്റെ വലിയൊരു ഡയറക്ടറിൻ്റെ പടം, അപ്പം അത് ആരാന്ന് പറയുന്നില്ല. അപ്പോൾ ഉണ്ണിയുണ്ട് പടത്തിൽ, പഴയ കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ, രാവിലെ എഴുന്നിട്ട് ഭയങ്കര ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ പണ്ടത്തെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ പുള്ളി പച്ചമുട്ട കുടിക്കും, പുള്ളി പച്ചമുട്ട താറാമുട്ട, അത് ഒരു 10-15 എണ്ണം കൊണ്ടുവച്ചിട്ട് സാറിന് ടേക്ക് വേണം. ഇങ്ങനെ പൊട്ടിയിട്ട് ഞാൻ ഇങ്ങനെ വായിലേക്ക് ഒഴിക്കണം, അത് കളയണം, ഇങ്ങനെ കളയണം. എനിക്കിതിൻ്റെ സ്മെല്ലടിച്ച് ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ ഞാൻ ചെയ്തു. സാറ് പറഞ്ഞത് കുഴപ്പമില്ല, അത് ഒറ്റ ടേക്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. സാറേ ഞാൻ ശ്രമിച്ചു നോക്കാം. എന്നിട്ട് പിന്നെ ആർട്ടിലെ ആൾക്കാരൊക്കെ അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. പച്ചമുട്ട കുടിപ്പിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓർത്ത് വെക്കുന്ന ചില പേടിപ്പെടുന്ന അനുഭവങ്ങൾ. വിനീത് ശ്രീനിവാസൻ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്? ആള് ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആള് തന്നെ. ഷോട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എവിടെ നമ്മള് അവിടെ ചെല്ലുമ്പോ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം അല്ലേ സാറാണ്. അതെ, സിദ്ദിഖ് ലാലിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു ഓർമ്മ സിദ്ദിഖ്. എനിക്ക് സാറ് പോയതിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുള്ള ഒരാൾ ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ചെറിയ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു, സാറിൻ്റെ പ്രൊഡക്ഷനിൽ നടക്കുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ സാറിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറിൻ്റെ പറഞ്ഞു, ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, നീ ഡയറക്റ്റ് ചെയ്യാം. അങ്ങനെ സാറ് ഞാൻ സപ്പോർട്ട് ചെയ്യാം അതിൻ്റെ കൂടുതൽ. അങ്ങനെ സാറിൻ്റെ ഒപ്പം ഞാനൊരു 6-7 മാസം ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. പക്ഷേ പ്രൊജക്റ്റ് നടന്നില്ല. പിന്നീട് വേറെ പ്രൊഡ്യൂസർ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് വന്നായിരുന്നു, സാറിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അത് നടന്നുമില്ല. ഇനി നടക്കാൻ സാധ്യതയില്ല. ഇനി നടക്കില്ല. അവിടെ വിട്ടു. അതെന്നല്ല, സിനിമ സംവിധായകൻ എന്ന ടാഗിലേക്ക് ഇനി വരാൻ എപ്പോഴെങ്കിലും ഒരു അവസരം നമ്മുടെ ഉറപ്പായിട്ടും വരും. ഇനി ഇപ്പം ഭഗതന്റെ റോളുകൾ നോക്കിക്കഴിഞ്ഞാൽ കോമഡി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള വില്ലൻ വേഷവും ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്കൊരു വേഷം എനിക്കിങ്ങനെ ചെയ്യണം, അങ്ങനെ ഇപ്പൊ സിനിമ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു റോളുണ്ട്. അങ്ങനെ നല്ല സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, നല്ല ക്യാരക്ടേഴ്സ് വരണമെന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. അവാർഡുകൾ പ്രതീക്ഷിച്ചാണോ സിനിമകൾ ചെയ്യുന്നത്? ഈ വർഷത്തെ അവാർഡ് എനിക്ക് കിട്ടുമോ ഇത് ചോദിക്കുമ്പോൾ ആരും നിങ്ങൾ എന്ത് ചെയ്തിട്ടെന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ്.
പ്രതീക്ഷിക്കുന്ന സിനിമകൾ ചെയ്യാൻ നമ്മൾ ഓഫ് ബീറ്റ് സിനിമകൾ മറ്റേ ഇപ്പം ഭൂമിയുടെ അവകാശികൾ പോലെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. കാരണം അങ്ങനെ ജോണർ ഇല്ല, ഭഗത് തെരഞ്ഞെടുക്കുന്ന സിനിമകൾ അങ്ങനെ ജോണർ കാണുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഓഫ് ബീറ്റ് സിനിമകളും വരാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ. ഈ സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളുടെ തിരഞ്ഞെടുപ്പുകൾ ഇനി എങ്ങനെയാണ്? നേരത്തെ ഇതുപോലെ ഈ ഓർത്ത് വെക്കാൻ പറ്റുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് പെട്ടെന്ന് പേടി വന്നൊരു സംഭവമുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ TRS സാറ് ഡയറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ഡയറക്റ്റ് ചെയ്ത് സഞ്ജീവ് സെൻ സാറാന്ന് തോന്നുന്നു. TRS സാറിൻ്റെ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ സലീമേട്ടൻ അപ്പനായിട്ട്, സീമ വിശ്വാസ ഹിന്ദി പുള്ളിക്കാരി അമ്മയായിട്ട്, മകനായിട്ട് ഒരു റിയൽ സ്റ്റോറിയാണ്. അപ്പം മകൻ മരിച്ചു പോയിട്ട് പാണന്മാരാണ് അവർ. മകൻ മരിച്ചു പോയിട്ട് മകൻ്റെ ഒരു മകൻ ഇത് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ മകനെ പോലെ തന്നെ വേറെ കുഞ്ഞുണ്ടാക്കാനുള്ളവരുടെ ഒരു യാത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ ഉള്ളത്. അപ്പം ഇത് അവിടെ ചെന്ന് ഇവരുടെ അടുത്ത് കഥ വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു തുരുത്തിലാണ് വീടൊക്കെ സെറ്റൊക്കെ ഇട്ടത്. അപ്പോൾ സിംഗ് സൗണ്ടാണ്, റസൂൽ പൂക്കുട്ടിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഡയലോഗ്സ് എല്ലാം ഒരു തരി പോലും മാറാനും പറ്റില്ല. മറ്റേത് കറക്റ്റ് ഡബിങ് പിടിക്കാന്നുള്ളതാണ്. നേരെ ചെന്ന് സാറ് പറഞ്ഞ് ഡയലോഗ് പഠിച്ചിട്ടല്ലേ? ആ ഡയലോഗ് പഠിച്ചു ചെന്ന് തുടങ്ങാം. അപ്പം ഞാൻ നേരെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോ മാറിയിട്ട് വെച്ചേക്കാം. ഞാൻ ഈ പുറത്ത് വന്നനെ മുന്നേ ഞാൻ ചത്തോ. എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഡയലോഗും പറയണം, ഞാൻ മരിച്ച ഫോട്ടോയുടെ അടിയിലിരുന്നുണ്ടോ. ഇതെങ്ങനെ ചോദിക്കുന്നത്, ആരോട് ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ നമുക്ക് എന്ത് അങ്ങനത്തെ ഇതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ ഡയലോഗുകളൊക്കെ പറയുന്നത് ലൊക്കേഷനിൽ തൻ്റെതായ കയ്യിൽ നിന്നിട്ട് ചെയ്ത സീനുകളുണ്ടോ? ഒരു ആ സ്വാതന്ത്ര്യം തന്നിട്ടുള്ള സംവിധായകരും. അത് വളരെ ഇപ്പോഴത്തെ ഭൂരിഭാഗം ഡയറക്ടേഴ്സും നമുക്കൊരു ഫ്രീഡം തരാറുണ്ട്. അതിൻ്റെ എത്രത്തോളം വേണമെന്ന് അവർ നോക്കി അതിൻ്റെ ആവശ്യമുള്ളത് അടുത്ത് അവർ നമ്മൾ നിർത്തിക്കോളും. ലൈക്ക് ഇറ്റ് അത് കൈ നിട്ടായിരുന്നു ശ്രീനിവാസന്റെ. അതുപോലെ ട്രേഡ് മാർക്കായിട്ട് വന്ന ഏതെങ്കിലും എക്സ്പ്രഷൻ എങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ ഉപദേശിക്കുന്ന സീന്, ആ ലൈക്ക് ഇറ്റ് പോലെയുള്ള. പിന്നെ ഈ വടക്കൻ സെൽഫിയിലെ പഠിപ്പിച്ചിട്ട് സാഹസത്തിലുള്ള രസമുള്ളതാണ്. ഈ വടക്കൻ സെൽഫിയില് പഠിപ്പിച്ചിട്ട് ഒരുപാട് പ്രാഗിയിട്ടുണ്ട് ഇത്രക്കാരം നമ്മളെ ലൈഫില്. ലൈഫിലുണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്ത കഥാപാത്രങ്ങളെ ലൈഫുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള തോന്നിയ കഥാപാത്രങ്ങൾ? വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ ധ്യാൻ ശ്രീനിവാസൻ കടന്നു വരാറുണ്ട്. അതുപോലെ ഭഗത്തിന്റെ കഥാപാത്രങ്ങൾ ഏതെങ്കിലും അനുഭവങ്ങൾ വന്നുപെട്ടിട്ടുണ്ടോ? എങ്ങനെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് സിനിമയിലേക്ക് വരുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഓർമ്മ? അതൊക്കെ ഈ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങിപ്പോണ്ട്. അത് ഏതാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇപ്പൊ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ പലതും പ്രൊഫഷണലിലെ ഒക്കെ വരുമ്പോൾ അത് നമുക്കൊരു പാടായിട്ട് എടുക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടോ? അല്ല, നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ആ ഫീല് നമുക്ക് മാത്രമല്ല അറിയാം. അപ്പൊ ആ സെയിം ഒരു സിറ്റുവേഷൻ നമുക്ക് സിനിമയിൽ വന്ന ചില സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയേക്കാം. ഓക്കെ. നളൻ സാറിന്റെ ഷെഫ് നളൻ സാറിന്റെ ഇന്റർവ്യൂ വളരെ അധികം വൈറലായിരുന്നു. അതിന് താഴെ വന്ന കമന്റ്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായിട്ട് ഭഗത് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുടെ പ്രാർത്ഥന കണ്ടിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിന് ശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പ്രതികരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയാറ്. ചോദിച്ച എല്ലാവരും എന്തിനെങ്കിലും ഓപ്പണായിട്ട് പോയി സംസാരിക്കാൻ പോയത് എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കണമെന്നില്ല, ചോദിച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ സംസാരിക്കുന്നു. അറിയാത്തതായിട്ട് ആൾക്കാർ ആരുമില്ല എന്നൊക്കെ മറിച്ചൊക്കെയാണെന്നില്ല. ഈ ഒരു ലുക്ക് കാണുമ്പോ എന്താ ഇത് ഡോക്ടർ ലവിന്റെ ആ സമയമായിരിക്കും. ശരിയാ, ഞാൻ കുറച്ചുകൂടി ഓർമ്മിക്കുന്നുണ്ട്. ഓക്കെ, ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത കോളേജ് പയ്യനാണല്ലോ, അതിന്റെ ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? ഇല്ല, ഞാൻ അങ്ങനെ അധികം മുടി വളർത്തിക്കൊണ്ട് നടന്നിട്ടുള്ള ഒരാളല്ല. അപ്പൊ ഇത് ഏതോ സമയത്ത് തോന്നിയ ഒരു ശേഷം പിന്നീട് കുറെ ഈ ഒരു കോവിഡ് ടൈം കഴിഞ്ഞപ്പോ ഓഡീഷന് വേണ്ടി ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് അയച്ചു കൊടുക്കുമല്ലോ. ഇല്ല, പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് അതെ, അതെങ്ങനെയാണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് ഡയറക്ടേഴ്സിന്റെ ഞാൻ അയച്ചു കൊടുക്കും.
ഇതാണ് ഞാൻ പടങ്ങൾ എത്ര ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് കുറച്ച് ഓഡിഷൻസും കാര്യമൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ, അതുകൊണ്ടാണ് ഞാൻ അത് ഇല്ല, എടുത്തത്. ആ സമയത്ത് ഓഡിഷൻ ഒന്നും പോകുന്ന സമയമല്ല, നല്ല ഓട്ടമുള്ള സമയമാണ് ഇത് ആ സൗഹൃദം ഒന്നും വിടാണ്ട് പറഞ്ഞോളൂ. ഇത് എപ്പോഴെടുത്തതാ? ലൊക്കേഷന്റെ ഫൺ അല്ലല്ല, ഇത് ലൊക്കേഷൻ ഒന്നല്ല, സിനിമ കഴിഞ്ഞിട്ടുള്ള, സിനിമയൊക്കെ കഴിഞ്ഞ് പിന്നീട് വെള്ളിത്തിരയില് വന്നിട്ടുള്ള ഫോട്ടോ ആണത്. പിന്നീട് എപ്പോഴും ഞങ്ങൾ എടുത്ത് പടം. ഈ സൗഹൃദങ്ങളൊക്കെ ഇപ്പോഴും എല്ലാവരുമായിട്ടും ഇതില് പറയുന്നൊക്കെ അജു, നിവിൻ പോളി അവരുടെ വളർച്ചയാണ് അങ്ങ് പീക്കിലേക്ക് എത്തിയത്. നിങ്ങളുടെ 3 പേരുടെയും പതിയെ ആയിരുന്നു ആ യാത്ര. അതായത് നമ്മുടെ മുന്നിൽ കാണുവാണല്ലോ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള ആൾക്കാർ. അതെ, ഉറപ്പായിട്ടും അതെ അവരുടെ യാത്രയുടെ ഭാഗമാവുക എന്നൊക്കെ പറയുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? സന്തോഷം. നമ്മുടെ കൂട്ടുകാർ അത്രയും നല്ല അടിപൊളിയായിട്ട് അവന്മാർ കയറി പോകുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ഒരാള് സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു, ഒരാള് ബെസ്റ്റ് കൊമേഡിയൻ ആൻഡ് ബെസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. നല്ല ആടും ടീമും. ഇത് മുട്ടത്തുള്ള വീടാണെന്നോ മറ്റേ നമ്മുടെ മാമുക്കോയ ലെജൻസിനൊപ്പം അഭിനയിക്കാനുള്ള അവസരങ്ങൾ സൈജു കുറുപ്പിന്റെ മോഹിനിയാട്ടം കണ്ടോ ഇപ്പൊ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? സൈചേട്ടനെ വിളിച്ചിട്ട് ഞങ്ങള് വൈഫ് ഞാനോട് ഒരുമിച്ച് പോയി കണ്ടായിരുന്നു. ഈ ബന്ധം ആദ്യ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അത് ഈ ഫോട്ടോ തൊടുപുഴ വന്നപ്പോൾ എടുത്ത ദിലീപുമായിട്ടുള്ള ബന്ധം. ഫസ്റ്റ് പടം മലർവാടി കഴിഞ്ഞപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു ഇനി തിരിച്ചു പോകണ്ട. ഞാൻ ലണ്ടനിലായിരുന്നു ആ സമയത്ത് പഠിക്കാനായിട്ട്. അപ്പോൾ തിരിച്ചു പോകണ്ട, ഇവിടെ തന്നെ നിന്നു. ഇത് സെക്കൻഡ് പറഞ്ഞു മെട്രോ വന്നിട്ട് ഇത് നിവിനും എനിക്കും. അത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ പിന്നെ കുറേ കാലത്ത് തന്നെ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ട് ദിലീപേട്ടൻ. പിന്നെ ഒരു ദിവസം തൊടുപുഴ എന്തോ ഷൂട്ട് വന്നപ്പോൾ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. വിളിച്ചിട്ട് നിന്റെ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടാ ആയിക്കോട്ടോ ഞാൻ എവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഞാൻ ദിലീപേട്ടനെ കയറാനില്ലെന്ന് കയറാൻ എനിക്ക് പേടിയാണ്. അത് കയറാൻ പറഞ്ഞു. കയറി എത്തി. അപ്പോൾ അകത്ത് നിന്നവരെ പുറത്തിറക്കി. എന്നിട്ട് എനിക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന് ടെൻഷനായി. അത് എന്ത് പറ്റി എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് എന്തിനും സമാധാനമായിട്ടിരിക്കണം, കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഉണ്ട്. എന്തൊരാവശ്യത്തിനും വിളിച്ചവര് വെളിപ്പുറത്ത് പോരുണ്ട്. ഈ ഒട്ടും വയ്യാത്ത ആളായിട്ട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അത് നമ്മുടെ അനുഗ്രഹം. എന്തോരം ആൾക്കാരെ നമുക്ക് കൂടെ. അതെ, ആ സൗഹൃദങ്ങള് ലൈഫിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കൊണ്ട് ബ്ലസ് ആയിട്ടുള്ള ആളാണ്. സൗഹൃദങ്ങളാണ് ഭഗത്തിനെ ഈ ഒരു ഇനി പറയില്ല. അത് ഓരോ പ്രാവശ്യം പറയുമ്പോഴും കണ്ണ് കിട്ടുന്ന പോലെ അയ്യോ വേണ്ട, അത് വേണ്ട. അപ്പൊ ഞാൻ എപ്പോഴും പറയണ്ടേ എൻ്റെ കുടുംബമാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഭാഗമാണ് എൻ്റെ കൂട്ടുകാർ. ഉറപ്പായിട്ടും. അയ്യോ എനിക്ക് എന്താ പറയുക, ഞാൻ വളരെ ചുരുക്കം സാറിനെ മീറ്റ് ചെയ്തിട്ടുള്ളൂ. സാറിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാനൊക്കെ വളരെ ചുരുക്കം. ഇത് അമ്മ മീറ്റിങ്ങിന്റെ സമയത്ത് എന്താണെന്നറിയില്ല, എനിക്ക് ആ ഭാഗ്യമില്ല ഇങ്ങനെ സാറിനെ പടം ചെയ്യാനുള്ള. ആയില്ല, ഇനിയും ഉണ്ടല്ലോ, അവസരങ്ങൾ ഇരിക്കുമല്ലേ മുന്നോട്ട്. ദൈവം സഹായിച്ച് അങ്ങനെ ഒരു നല്ല അവസരം ഉറപ്പായിട്ടും അത് നല്ലൊരു അവസരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് പ്രതീക്ഷിക്കുക. ഗുരു ആശാൻ ഇത് ലാസ്റ്റ് നമ്മളെ ഏതായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണോ? അല്ലല്ലേ, ഇപ്പൊ ലാസ്റ്റ് വന്ന് വർഷങ്ങൾക്ക് ശേഷം അല്ലേ? ലാസ്റ്റ് വിനീതിന്റെ ഒരു ഡിറക്ഷൻ സിനിമ അല്ലേ? വർഷങ്ങൾക്ക് ശേഷമാണോ? അതെ അതെ. അതിന് ഡബ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു ഗുരുസ്ഥാനിയൻ. ഇദ്ദേഹത്തിനൊപ്പം ഒരു സിനിമ, ഇദ്ദേഹത്തിന്റെ ഒപ്പം ഒരു സിനിമ ഈ പറഞ്ഞ പോലെ സിദ്ദിഖ് സാറിന്റെ അടുത്ത് പോയ പോലെ പോയതാ. സാറിന്റെ അടുത്ത് പോയി ഒരു സബ്ജക്ട്, ഒരാളുടെ എൻ്റെ ഫ്രണ്ടിന്റെ സബ്ജക്ട് പറയാനായിട്ട് പോയി. പിന്നെ എനിക്കൊരാഗ്രഹം സാറിനെ നേരിട്ട് കാണാനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം നേരിട്ട് ഒരു ചാൻസ് ചോദിക്കുക, ഇതെല്ലാം ഉദ്ദേശം. പോയി കണ്ടു, സംസാരിച്ചു. സാറപ്പോൾ പിന്നെ വേറെ പടങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ സങ്കടപ്പെട്ട് പിന്നെ തിരിച്ചു പോകും. പക്ഷേ ഇനിയും അവസരങ്ങൾ ഒരുപാടുണ്ടല്ലോ. ലാൽ സാറിനോടൊപ്പം നല്ലൊരു സിനിമ വരട്ടെ, പ്രിയൻ സാറിനോടൊപ്പം ഒരു നല്ലൊരു സിനിമ, ഒരു മുഴുനീള കോമഡി റോളുകൾ. ഇന്നലെ ഞങ്ങളിരുന്ന് കാണുമായിരുന്നു മറ്റേ കാക്കക്കുയിലൊക്കെ. അയ്യോ പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമയാണ് മലർവാടി ആർട്സ് ക്ലബ്ബ്. കാരണം ഞാൻ ആ ഒരു പ്രദേശത്തുകാരി ആയത് കാരണം ഞാൻ ആ ഈ ഡയലോഗ് ഉണ്ടല്ലോ സുരാജ് പറഞ്ഞുകൊണ്ട്, രാമ എനിക്ക് ദേശത്തെ വഴിയറിയില്ല.
ഇങ്ങനെ ഓർക്കപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങളും അവസരങ്ങളും ഇനിയും ഭഗത് മാനുവലിനെ തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗത് മേനോൻ അല്ല, ഭഗത് മാനുവൽ. ഞാൻ ഭഗത് മാനുവൽ എന്നല്ലേ പറഞ്ഞു. നേരത്തെ ഒരു PR എഴുതിയത് ഭഗത് മേനോനും രജിത് മാനുവലും. നമ്മുടെ ഡോക്ടറിലോ നടക്കുന്നു. ഭഗത് മേനോനും രജിത് മാനുവലും. ഭഗത് മാനുവലിനെ തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.